നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിവേപ്പില ചിപ്സ് നോക്കിയാലോ. സംഭവം അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളുമാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം. വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് മാവിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ പാകത്തിന് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇത് ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കുമ്പോൾ മാത്രമേ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കുറേ നേരം ഇരിക്കണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലൊക്കെ മൈദപ്പൊടിയിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഹെൽത്ത് നോക്കി ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പൊടിയിട്ടിട്ട് ഇതിനെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ചെറിയ പൂരി ഉണ്ടാക്കി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. ഞാൻ ഇതുപോലെ സ്ക്വയർ പീസാക്കിയിട്ടാണ് ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരുപാട് കട്ടിയിലിരിക്കരുത്, നല്ല തിന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്, എന്നാലേ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിനി ഇതിനെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ഡാർക്ക് കളറിലേക്ക് മാറണമെന്നില്ല, ഈ ഒരു കളറിൽ തന്നെ മതി. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്